ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 147/2024. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം 1917. 1917 ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. ഗ്രാമീണ ചെണ്ടക്കാരൻ ആരുടെ ചിത്രമാണ്? നന്ദലാൽ ബോസ്. നന്ദലാൽ ബോസിൻ്റെ പിക്ചറാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ. 3. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? റൗലറ്റ് ആക്ട്. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം ഏതാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? നിസ്സഹകരണ സമരം. ഓപ്ഷൻ സി ആണ് ആൻസർ. ക്യാപ്റ്റൻ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടന ഏതാണ്? ഇന്ത്യൻ നാഷണൽ ആർമി INA. ഓപ്ഷൻ ഡി ആൻസർ. കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ടത് ആര്? മാർത്താണ്ഡവർമ്മ. കുളച്ചൽ യുദ്ധം മാർത്താണ്ഡവർമ്മ 1741. ബ്രിട്ടീഷുകാർക്കെതിരെ ചെറുത്തുനിൽപ്പിന് പരശുരാജന് നേതൃത്വം നൽകിയ സ്ഥലം ഏതാണ്? മലബാർ. വൈകുണ്ഠസ്വാമികൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സമത്വ സമാജം 1836. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ച നേതാവ് ആര്? മന്നത്ത് പത്മനാഭൻ. ഏത് സന്ധി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്? ശ്രീരംഗപട്ടണം സന്ധി. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? ഉപരാഷ്ട്രപതി. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേരാണ് പാർലമെന്റ്. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയാണ് പാർലമെന്റ്. രാജ്യസഭാംഗങ്ങളുടെ കാലാവധി 6 വർഷം. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് പറയുന്നത് ഡോക്ടർ BR അംബേദ്കർ. 2024 ഒളിമ്പിക്സ് നടന്നത് പാരീസിൽ. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്ത ആദ്യ മലയാളി ആരാണ്? സോജൻ ജോസഫ്. സോജൻ ജോസഫാണ് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുത്ത ആദ്യ മലയാളി. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ നിർമ്മിച്ച വിവിധ ഇരുമ്പുരുക്ക് ശാലകൾ, സഹായം നൽകിയ രാജ്യങ്ങൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്ന ശരിയായ ജോഡികൾ ഏത്? ശരിയായ ജോഡികൾ 1ഉം 4ഉം ആണ്. ദുർഗാപൂർ ബ്രിട്ടൻ ആണ് സഹായം നൽകിയ. ഭിലായ് സോവിയറ്റ് യൂണിയൻ. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന് വഴിയൊരുക്കിയ ഘടകങ്ങൾ ഏതൊക്കെയാണ്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, മെച്ചപ്പെട്ട ജലസേവന സൗകര്യം, കുറഞ്ഞ പലിശയിലുള്ള സാമ്പത്തിക സഹായം. എല്ലാം ശരിയാണ്. ഭക്ഷ്യ സ്വയംപര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയംപര്യാപ്തത എന്നിവ പ്രധാന ലക്ഷ്യമാക്കിയിരുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? 3ാം പഞ്ചവത്സര പദ്ധതിയാണ്. സ്വാതന്ത്ര്യാനന്തരം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിന് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന വ്യക്തി ആരാണ്? KM പണിക്കറാണ്. KM പണിക്കർ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന വ്യക്തി. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? തുമ്പ. സി ആണ് ആൻസർ. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം 2024 ബ്രസീലായിരുന്നു. 2025 സൗത്ത് ആഫ്രിക്ക. 2026 നടക്കുന്ന അമേരിക്ക. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ 6 മെഡലുകളാണ് നേടിയത്. ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും താഴെ തന്നിരിക്കുന്നു. അതിൽ ചേരാത്തത് കണ്ടെത്തുക. ബ്രഹ്മപുത്ര, ഘാഘ്ര എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. ബാക്കി സിന്ധു, ചെനാബ്, ഗംഗ, കോസി, യമുന, ടോൺസ് ഇതെല്ലാം ശരിയാണ്. ഉത്തര മഹാസമതലത്തിലെ പ്രാദേശിക വിഭാഗങ്ങളിൽ ഏതു വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ് മരുസ്ഥലി ഭാഗ മേഖലകൾ? പഞ്ചാബ്, ഹരിയാന സമതലം. ഉത്തര മഹാസമതലത്തിലെ പ്രാദേശിക വിഭാഗത്തിൽ ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ് മരുസ്ഥലി ഭാഗർ മേഖലകൾ? രാജസ്ഥാൻ സമതലം. ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്തുള്ള തുറമുഖങ്ങളെ മുകളിൽ നിന്ന് താഴേക്ക് ശരിയായി ക്രമീകരിക്കുക എന്നാണ് പറയുന്നത്. കാണ്ട്ല, മുംബൈ, മർമ, ഗോവ, മംഗലാപുരം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. കണ്ടല, മുംബൈ, മർമ, ഗോവ, മംഗലാപുരം. ഒരു ഉപദ്വീപീയ നദിയുടെ സവിശേഷതകൾ താഴെ പറയുന്ന നദി ഏതെന്ന് കണ്ടെത്തുക. ഞാൻ റായ്പൂരിലെ സിഹാവയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. എൻ്റെ കുറുകെയാണ് ഹിരാക്കുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ്. എൻ്റെ പോഷക നദിയാണ് ഇബ് ടെല്ല്.
മഹാനദിയുടെ പോഷക നദിയാണ് ഇബ് ടെല്ല്. റായ്പൂരിലെ സിഹാവയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇതിന് കുറുകെയുള്ള അണക്കെട്ടാണ് ഹിരാക്കുഡ് അണക്കെട്ട്. കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ് മഹാനദി. തന്നിരിക്കുന്ന ഇന്ത്യയുടെ തീരസമതലങ്ങളിൽ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗമല്ലാത്തത് ഏതാണ്? പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗമല്ലാത്തതാണ് കോറമാണ്ടൽ തീരസമതലം. 2027 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തിൽ തെറ്റായത് കണ്ടെത്തുക. ഇതിൽ ആൻസർ തെറ്റായിട്ടുള്ളത് നീരജ് ചോപ്ര വെങ്കല മെഡൽ എന്നുള്ളതാണ്. വെങ്കല മെഡലല്ല, വെള്ളി മെഡലാണ്. മനു ഭാക്കർ വെങ്കല മെഡൽ. 10 മീറ്റർ എയർ പിസ്റ്റൽ സ്വപ്നിൻ കുശാലെ വെങ്കല മെഡൽ. 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻസ്. ഇന്ത്യൻ മെൻസ് ഹോക്കി ടീം വെങ്കല മെഡൽ. ഇത്ര ശരിയാണ്. ഈ സമീപകാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ ദ്വിരാഷ്ട്ര സന്ദർഭത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ. അന്നത്തെ കറണ്ട് അഫെയർ ആയിരുന്നു. പോളണ്ട് ഉക്രൈനാണ് വരുന്നത്. പോളണ്ട് ഉക്രൈൻ. 32ാമത്തെ ക്വസ്റ്റ്യൻ. ഈ അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയ ഒരു പദ്ധതിയാണ് UPS. ഇത് എന്താണ്? UPS എന്നത് പുതിയ പെൻഷൻ പദ്ധതിയാണ്. UPS പുതിയ പെൻഷൻ പദ്ധതി. ആനന്ദ് ഏകർഷി ഈ സമീപകാലത്ത് വാർത്തകളിൽ ഇടം നേടിയ വ്യക്തിയാണ്. എന്തുമായി ബന്ധപ്പെട്ടതാണ്? മികച്ച തിരക്കഥാകൃത്തിന് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ ആളാണ് ആനന്ദ് ഏകർഷി എന്ന് പറയുന്നത്. 2011 ജനസംഖ്യാ കണക്കെടുപ്പ് അനുസരിച്ച് കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം 1084. തന്നിരിക്കുന്ന വനപ്രദേശങ്ങളിൽ അഗസ്ത്യമല ജൈവമണ്ഡല മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? മണ്ണാർക്കാടാണ്. മണ്ണാർക്കാട്. 36. ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഇടുക്കിയാണ് ആൻസർ. താഴെ പറയുന്ന ജില്ലകളിൽ പൊതുവായ ഒരു സവിശേഷത എന്താണ്? വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം. കടൽത്തീരമില്ലാത്ത ജില്ലകളാണ്. ബി ആണ് ആൻസർ. ഇത് ക്യാൻസലാണ്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ കായലുകൾ ബന്ധപ്പെട്ട ജില്ലകളും തന്നിരിക്കുന്നു. ഇതിൽ ശരിയായത് കണ്ടെത്തി എഴുതുക. വെള്ളായണി തടാകം തിരുവനന്തപുരമാണ്. പൂക്കോട് എവിടെയാണ്? വയനാടാണ്. അഷ്ടമുടി കൊല്ലം. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1, 2, 4 ആണ് ശരി. 1, 2, 4 ആണ് ശരി. ഇത് കാനഡ സർക്കാരിൻ്റെ സഹായത്താൽ നിർമ്മിച്ചതാണ്. കുളമാവ് അണക്കെട്ട്, ചെറുതോണി അണക്കെട്ട്, ഇടുക്കി ആർച്ച് ഡാം എന്നിവ ഇതിൻ്റെ ഭാഗമാണ്. വൈദ്യുതി ഉണ്ടാക്കിയതിനു ശേഷം പവർ സ്റ്റേഷനിൽ നിന്ന് ജലം തൊടുപുഴ ആറിൽ എത്തിച്ചേരുന്നു. സൂചനകളുടെ അടിസ്ഥാനത്തിൽ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം തിരിച്ചറിയുക. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന ഭീമൻ അണ്ണാനുകൾക്ക് ഇവിടെ പ്രശസ്തമാണ്. 1984 ഇത് ആരംഭിച്ചു. പ്രദേശത്തിന് ഭൂരിഭാഗവും പുൽമേടുകളാൽ മൂടപ്പെട്ടിരിക്കുകയാണ്. ഏതാണ്? ചിന്നാറാണ്. ചിന്നാർ വന്യജീവി സങ്കേതം 1984 ആരംഭിച്ചത്. കേരളത്തിൽ ഏറ്റവും കൂടുതലും കുറവ് മുനിസിപ്പാലിറ്റികളുള്ള ജില്ലകളുടെ ജോഡി കണ്ടെത്താനെന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതലുള്ളത് എറണാകുളം, കുറവുള്ളത് ഇടുക്കിയാണ്. കേരളത്തിൽ നിന്ന് എത്ര കായിക താരങ്ങളാണ് ഈ തവണ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത്? 7 പേരാണ്. 7 പേര് പങ്കെടുത്തു. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ പദ്ധതിയെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതെല്ലാം? ഇതിലെല്ലാം ശരിയാണ്. ഓൾ ഓഫ് ദി എബോവ്. സി ആണ് ആൻസർ. ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയാണ് ഗഗൻയാൻ എന്ന് പറയുന്നത്. മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പദ്ധതിയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റനാണ്. പ്രശാന്ത് ബാലകൃഷ്ണൻ മലയാളിയാണ്. 2018 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കദ് പ്രതാപ്, വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ല എന്നിവരാണ് മറ്റ് സഞ്ചാരികളെന്ന് പറയുന്നത്. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം ഏതാണ്? മിന്നുമണിയാണ് ആൻസർ. ഡി ആണ് ആൻസർ. കേരളത്തിൽ ആദ്യമായി ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചത് AI പ്രോസസ്സർ എന്തു പേരിൽ അറിയപ്പെടുന്നു? കൈരളി എന്നാണ് പേര്. കൈരളി. യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ നഗരം ഏതാണ്? കോഴിക്കോട്. ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട നിയമമാണ് ഡക്വർത്ത് ലൂയിസ് മഴ നിയമം?
ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടാണ്. ക്രിക്കറ്റ്. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സ്കൂൾ ബസ്സുകളിലെ GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? സ്കൂൾ ബസ്സുകളിലെ GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷനാണ് വിദ്യാവാഹിനി ആപ്പ് എന്ന് പറയുന്നത്. വിദ്യാവാഹിനി ആപ്പ്. തിരുവനന്തപുരം ജില്ലയിലെ പാറാട്ടുകോണം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മണ്ണ് മ്യൂസിയത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. 1, 3, 4 ആണ് കറക്റ്റ്. 1 B ആണ് ആൻസർ. ബി 1, 3, 4. ലോകത്തിലെ ഏറ്റവും വലിയ മണ്ണ് മ്യൂസിയമാണ് ഇത്. പാറോട്ടുകോണത്ത് സ്ഥിതി ചെയ്യുന്നത്. കേരള ഗവൺമെൻറ്റിൻ്റെ സോയിൽ സർവേ ആൻഡ് കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഈ മ്യൂസിയം സ്ഥാപിച്ചത്. 2014 ജനുവരി 1 ഉദ്ഘാടനം ചെയ്തു. 2014 ജനുവരി 1 ഉദ്ഘാടനം ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ മണ്ണ് മ്യൂസിയമാണ്. കേരള ഗവൺമെൻറ് സോയിൽ സർവേ ആൻഡ് കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഈ മ്യൂസിയം സ്ഥാപിച്ചത്. കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് ഏകീകൃതമായ തിരിച്ചറിയൽ രേഖ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന പ്രചരണ പരിപാടി ഏതു പേരിൽ അറിയപ്പെടുന്നു? തന്മുദ്ര എന്നാണ്. തന്മുദ്ര. കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് ഏകീകൃതമായ തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന പ്രചരണ പരിപാടിയാണ് തന്മുദ്ര എന്ന് പറയുന്നത്. സത്യം ശിവം സുന്ദരം എന്നത് ഏത് സ്ഥാപനത്തിൻ്റെ ആപ്തവാക്യമാണ്? ആകാശവാണിയുടെയാണ്. ദൂരദർശൻ്റെയാണ്. ദൂരദർശൻ. സത്യം ശിവം സുന്ദരം ദൂരദർശൻ. ജനന സമയത്ത് മനുഷ്യ ശരീരത്തിൽ 300 എല്ലുകൾ ഉണ്ടെങ്കിലും ഇവ പലതും തമ്മിൽ യോജിച്ച് പ്രായപൂർത്തിയാകുമ്പോൾ ആകെ എല്ലുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകും. ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്നതിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. ആൻസർ വരുന്നത് 300-ൽ നിന്ന് 206 ആയിട്ട് മാറും. അടുത്ത മോണയ്ക്ക് ആരോഗ്യക്കുറവുള്ള ഒരാൾ ചുവടെ നൽകിയിരിക്കുന്ന ഭക്ഷണ ഇനങ്ങളിൽ ഏതെല്ലാമാണ് ഉപയോഗിക്കേണ്ടത്? നെല്ലിക്കയും മുരിങ്ങയിലയും. 1, 3 ആണ് ആൻസർ വരുന്നത്. എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ലോല, പയർ, ഹ്രസ്വ, നെല്ല്, സൽകീർത്തി, വെണ്ട. ചന്ദ്രശേഖര എന്താണ്? തെങ്ങാണ്. ചന്ദ്രശേഖര തെങ്ങ്. ലോല എന്ന് പറയുന്ന പയറാണ്. ഹ്രസ്വ നെല്ല്, സൽകീർത്തി വെണ്ട, ചന്ദ്രശേഖര ചന്ദ്രശേഖര ഏതാണ്? തെങ്ങാണ്. ചിത്രത്തിൽ നിന്നും കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? പവിഴപ്പുറ്റുകളാണ്. ഒന്ന് മാത്രമാണ് ശരി. പവിഴപ്പുറ്റാണ് കടലിലെ മഴക്കാടുകൾ എന്ന് പറയുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന അങ്ങാടിക്കുരുവികൾക്കായി വനംവകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? കുരുവിക്കൊരു കൂടെന്നാണ്. കുരുവിക്കൊരു കൂട്. കേരള സർവകലാശാല ഈ അടുത്ത കാലത്ത് വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള പാവൽ ഇനം ഏതാണ്? പ്രിയങ്കയാണ്. പ്രിയങ്ക. ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്ന് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ശരിയായ പ്രസ്താവന ഏതാ? ഡോക്ടർ സലീം അലി പ്രശസ്ത പക്ഷി നിരീക്ഷകനാണ്. MS സ്വാമിനാഥൻ പ്രശസ്ത ബഹിരാകാശ ശാസ്ത്രജ്ഞനാണെന്നാണ് ഓർത്തേക്കുന്നത്. അല്ല. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥൻ. തന്നിരിക്കുന്ന മൂലകങ്ങളിൽ ഒന്നിൻ്റെ നാമകരണം നിറത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഏതാണ് മൂലകം? ക്രോമിയമാണ്. ക്രോമിയം. സിങ്കിൻ്റെ അയിര് ഏതാണ്? കലാമിൻ. സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. മാർബിളിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? മാർബിളിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യമാണ്. ചില ശുദ്ധ പദാർത്ഥങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു. ഇതിൽ കൂട്ടത്തിൽ പെടാത്ത ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, ജലം, പഞ്ചസാര. ക്വസ്റ്റ്യൻ എന്താണ്? ഇതിൽ കൂട്ടത്തിൽ പെടാത്ത ഏതാണെന്നാണ്. നൈട്രജൻ ആണ്. നൈട്രജൻ. അടുത്ത 64. ജലം നിറച്ച ഒരു ബീക്കറിലേക്ക് ഒരു പെൻസിൽ ചെരിച്ച് ഇറക്കി വെച്ച് നിരീക്ഷിച്ചപ്പോൾ അത് വളഞ്ഞിരിക്കുന്നതായി തോന്നുന്നു. കാരണം എന്താണ്? കാരണം അപവർത്തനമാണ്. അപവർത്തനം. ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിൻ്റെ തലവനായി നോബൽ സമ്മാന ജേതാവാരാണ്? മുഹമ്മദ് യൂനുസ് ആണ്. മുഹമ്മദ് യൂനുസ് ആണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിൻ്റെ തലവനായ നോബൽ സമ്മാന ജേതാവ്. അടുത്ത ഖാദർ കമ്മിറ്റി എന്തിനെക്കുറിച്ച് പഠിച്ചാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്? സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിച്ചാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് ഖാദർ കമ്മിറ്റി. മലമ്പനി പകർത്തുന്ന വാഹക ജീവി ഏതാണ്? അനോഫിലസ് കൊതുകാണ്. അനോഫിലസ് കൊതുക്. താഴെ കൊടുത്തിരിക്കുന്ന വൈറസ് രോഗമല്ലാത്തത് ഏതാണ്? ഡിഫ്തീരിയ. എയ്ഡ്സുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്?
ആൻസർ വരുന്നത് 1ഉം 2ഉം ആണ് ശരി. 1ഉം 2ഉം. എയ്ഡ്സ് ബാധിതരിൽ ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി തകരാറാകുന്നു. HIV ബാധിച്ച അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് രോഗം പകരുന്നു. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം ഏതാണ്? മാംസ്യമാണ്. മാംസ്യം. ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും നൽകിയിരിക്കുന്നു. ഇവയിൽ നിന്ന് ശരിയായത് ഏതാണ്? വിറ്റമിൻ സി, സ്കർവി, അതാണ് ശരി. അടുത്ത 2024 ലോകാരോഗ്യ ദിന പ്രമേയം ഏതാണ്? 2024 ആൻസർ വരുന്നത് ഏതാണ്? എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നുള്ളതാണ്. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. 2025 ഏതാണ്? ഹെൽത്തി ബിഗിനിങ്, ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ് എന്നാണ്. അടുത്ത മസ്തിഷ്കത്തിൻ്റെ രക്തക്കുഴലുകൾ പൊട്ടുന്ന രോഗാവസ്ഥ ഏതാണ്? പക്ഷാഘാതം. താഴെ കൊടുത്തിരിക്കുന്ന പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ ഏതെല്ലാം? എല്ലാം ശരിയാണ്. വർദ്ധിച്ച വിശപ്പും ദാഹവും, കൂടെയുള്ള മൂത്രമൊഴിക്കൽ, ക്ഷീണം, മങ്ങിയ കാഴ്ച. അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗീ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത ദൗത്യമാണ് ആർദ്രം പദ്ധതി എന്ന് പറയുന്നത്. ആർദ്രം. മാനസിക രോഗം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാൻ ഇല്ലാതെ നിരാലംബരായി കഴിയുന്നവർക്ക് കേരള സർക്കാർ സ്ഥാപനം ഏതാണ്? ആശാഭവനാണ്. ആശാഭവൻ. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ഏതാണ്? ജഗത് പ്രകാശ് നദ്ദയാണ്. അടുത്തത് ക്യാസനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം. ക്യാസനൂർ ഫോറസ്റ്റ് ഡിസീസ് രോഗം. കുരങ്ങുപനിയാണ് ക്യാസനൂർ ഫോറസ്റ്റ് ഡിസീസ് രോഗം എന്ന് പറയുന്നത്. 2023 വൈദ്യശാസ്ത്ര നോബൽ പ്രൈസ് നേടിയത് ആരാണ്? 2023 കാറ്റലിൻ കാരിക്കോ ഡ്രൂ വെയ്സ്മാൻ. കാറ്റലിൻ കാരിക്കോ ഡ്രൂ വെയ്സ്മാൻ എന്ന് പറയുന്ന ആളാണ്. 2 പേർക്കാണ്. 2025 ആർക്കായിരുന്നു? മേരി ബ്രൂങ്കോയും ഫ്രെഡ് റാംസ്ഡെൽ ആൻഡ് ജാപ്പനീസ് സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഷിമോൺ സക്കാഗുച്ചിക്കും മേരി ബ്രൂങ്കോ, ഫ്രെഡ് റാംസ്ഡെൽ എന്നിവർക്കായിരുന്നു വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഏതാണ്? ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഹാവിഷ്യൂർ ആണ്. ഹാവിഷ്യൂർ. അടുത്ത 81ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്. മാത്സ് ആണ്. ബി. അടുത്ത 82 സി. 83ൻ്റെ ആൻസർ ബി ആണ്. 84ൻ്റെ ആൻസർ എ. 85ൻ്റെ ആൻസർ എന്താണ്? 85ൻ്റെ ആൻസർ ഡി ആണ്. അടുത്ത 86ൻ്റെ ആൻസർ സി. 87ൻ്റെ ആൻസർ ബി. 88ൻ്റെ ആൻസർ സി. 88ൻ്റെ ആൻസർ സി. 89ൻ്റെ ആൻസർ എ. 90ൻ്റെ ആൻസർ സി. 90ൻ്റെ ആൻസർ സി ആണ്. 91ൻ്റെ ആൻസർ ഡി. 92 ഡി. 92 ബി. 93 സി. 94 ക്യാൻസൽ ആയിരുന്നു. 95 ബി. 96 ഡി. 97 എ. സ്റ്റേഷനറി. 98 പേഴ്സൺ സി ആണ് ആൻസർ. 99 ബി. 100ൻ്റെ ആൻസർ സി. ഇത്രയാണ് ക്വസ്റ്റ്യൻസ്. താങ്ക് യു.